ഹേ ഗായ്സ്, ഞാൻ ട്രേഡറും. എല്ലാവർക്കും നമ്മുടെ ബിറ്റ്കോയിൻ ട്രേഡിംഗ് മാസ്റ്റർ ക്ലാസ്സിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, ആരെങ്കിലും ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണുക. ഓക്കെ, അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം സെക്കൻഡ് പാർട്ട് കാണാൻ. ഈ വീഡിയോ ഒരു തിയറി ക്ലാസ്സാണ്. ഓക്കെ, നമുക്കിനി കുറച്ച് വീഡിയോ കൂടി ആക്ച്വലി 1-2 വീഡിയോ കൂടി തിയറി ഉണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ പ്രാക്ടിക്കലിൽ കിടക്കുള്ളൂ. ഓക്കെ, ജസ്റ്റ് ബേസിക്സ് ആണ് കവർ ചെയ്ത് പോകുന്നത്. അഡ്വാൻസിലൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ വീഡിയോസിൽ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ട്രേഡ് എടുക്കുമ്പോൾ അതിൻ്റെ സ്ട്രാറ്റജീനെ കുറിച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസോട് കൂടി പറഞ്ഞു തരാനാണ്. ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഇൻഡെപ്ത് അനാലിസിസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമാണ്. tradingview.com ആണ് ഞാൻ യൂസ് ചെയ്യാറ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ തിയറി ആയതുകൊണ്ട് അത് വേണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസ് കണ്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് tradingview.com ഒന്ന് സൈനപ്പ് ചെയ്ത് അതിൻ്റെ ട്രയൽ വെർഷൻ ഉപയോഗിക്കും. ട്രയൽ വെർഷനോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അത് മതി. അല്ലെങ്കിൽ ബൈനാൻസിൽ തന്നെ ബൈനാൻസോ ബൈബിറ്റ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ചാർട്ടായാലും നമുക്ക് മതി. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മാർക്ക് സ്ട്രക്ചർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മാർക്ക് സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് DM ചെയ്താൽ മതി. ഞാനത് ആണോ എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ BTC ഏറ്റവും ട്രേഡ് ചെയ്യാൻ നല്ലത് ബൈബിറ്റ് ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ? നമ്മളെല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് ട്രെൻഡ്. ഓക്കെ, നമ്മളിപ്പോൾ ഇടയ്ക്ക് ഡൗൺ ട്രെൻഡ്, അപ്പ് ട്രെൻഡ് എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം. ഓക്കെ, ജസ്റ്റ് ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ ചിലവരൊന്നും അതിൻ്റെ ഫുള്ളൊന്നും പറയാറില്ലല്ലോ. ഓക്കെ, ഇതിൽ ഫേമസ് ആയ കുറച്ച് വാക്കുകൾ ഡൗൺ ട്രെൻഡ്, അപ്പ് ട്രെൻഡാണ്. ബാക്കിയൊന്നും ആരും കേട്ട് പരിചയമില്ലാത്ത സാധനങ്ങളാണ്. ഓക്കെ, പ്രൈസ് ലോവർ ലോസും ലോവർ ഹൈസും ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഡൗൺ ട്രെൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ തന്നെ പ്രൈസ് ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ അപ്പ് ട്രെൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ക്രിപ്റ്റോ ട്രേഡിങ് തുടങ്ങിയ ഏതൊരാൾക്കും സാധാരണഗതിയിൽ അറിയുന്നതാണ്. ഓക്കെ, എങ്ങനെയൊക്കെ അറ്റ്ലീസ്റ്റ് നമ്മൾ ചാർട്ടിൽ കണ്ടാണ് എവിടെയെങ്കിലൊക്കെ കണ്ടുപരിചയം ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പ് ട്രെൻഡ് ഡൗൺ ട്രെൻഡും എന്തെങ്കിലുമൊക്കെ കുറച്ച് ട്രേഡിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അറിയുന്നതാണ്. ഓക്കെ, എല്ലാവരും ട്രേഡ് വിത്ത് ട്രെൻഡ് എന്നൊക്കെ പറയും. പക്ഷേ ആരും ട്രെൻഡ് റിവേഴ്സൽ ട്രേഡ് ചെയ്യാൻ പറയാറില്ല. ഓക്കെ, യൂഷ്വലി ആരും അങ്ങനെ പറയാറില്ല. ആസ് എ ട്രേഡർ നമ്മളെല്ലാ ഓപ്പർച്യൂണിറ്റീസും കാണണം. ഇതിൻ്റെ പ്രൈസ് എവിടെയാണ് റിവേഴ്സ് ചെയ്യുന്നതൊക്കെ തിരിച്ചറിയണം. അതെങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാമെന്നാണ് അടുത്ത നമ്മുടെ സ്റ്റെപ്പ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സൽ സ്പോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ആദ്യം ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറും ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾസും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, ഞാൻ ജസ്റ്റ് ലൈനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. അടുത്ത വീഡിയോയിൽ മുതൽ നമുക്ക് പ്രാക്ടിക്കൽ ലൈഫ് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നത്, വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഹൈനെക്കാളിലും മുകളിലാണ് ഈ ഹൈ. ഓക്കെ, അപ്പോൾ അത് ഹയർ ഹൈ എന്നാണ് വിളിക്കുക. ഓക്കെ, പിന്നെ ഹയർ ലോ, അതായത് ഈ ലോനെക്കാളിലും മുകളിലാണ്. ഓക്കെ, ലോവർ ലോ അല്ല, ഹയർ ലോ. ഓക്കെ, ഈ ലോനെക്കാളിലും മുകളിലാണ് ഈ ലോ വരുന്നത്. അപ്പോൾ അതിനെ ഹയർ ലോ എന്ന് വിളിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഹയർ ഹൈ, നെക്സ്റ്റ് ഹയർ ലോ. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ പോകാം. ഓക്കെ, എല്ലാവരും വിചാരിക്കും നേരെ ഒരു ലൈൻ പോലെയാണ് നമ്മുടെ ട്രെൻഡ് പോകുന്നതല്ല. നമ്മൾ ജസ്റ്റ് ഒരു സ്ട്രക്ചർ, ഓക്കെ, ഗ്രാജുവലി ഇങ്ങനെ സ്ലോ മൂവ്മെൻ്റ് ആയിട്ട് പോവുക. നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ആണെങ്കിലും ഏത് മാർക്കറ്റ് ആണെങ്കിലും പോകാറ്. ഓക്കെ, ജസ്റ്റ് ഒരു ചില സമയത്ത് ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവുമെങ്കിലും അതൊരു ഓവറോൾ ഒരു സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. കാരണം അവിടെ ബയേഴ്സ് സെല്ലേഴ്സ് തമ്മിലൊരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറാണ്. ഓക്കെ, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്നാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്നൊക്കെ സാധാരണ വിളിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒരു ഹൈ ഉണ്ടാവും, പിന്നെ ഒരു ലോ ഉണ്ടാവും, പിന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഹൈ എന്ന് വെച്ചാൽ ഈ ഹൈനെക്കാളും താഴെയാണ്. അതുകൊണ്ട് നമ്മൾ ലോവർ ഹൈ എന്ന് വിളിക്കാം. അത് ഫസ്റ്റ് ഹൈനെക്കാളും താഴെയാണ്, അതുകൊണ്ട് നമ്മൾ ലോവർ ഹൈ എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റത്തെ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോനെക്കാളിലും താഴെയാണ് ഈ ലോ, അതുകൊണ്ട് നമ്മൾ ലോവർ ലോ എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ ലോവർ ഹൈ, ഈ ഹൈനെക്കാളും താഴെയാണ് ഈ ഹൈ, അതുകൊണ്ട് ലോവർ ഹൈ എന്ന് വിളിക്കും. നെക്സ്റ്റ് ലോവർ ലോ.
ഓക്കെ, ഇങ്ങനെയാണ് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ പോവുക. ഓക്കെ, ഇനി ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഈ ലോ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്ത് പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത ഹയർ ലോ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതായത് ഈ ഹൈൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ലോ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ വരുന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, അവിടെ നല്ല സ്ട്രോങ് ഏരിയ ഓഫ് കോൺഫ്ലുവൻസ് ആയിരിക്കും, ഒരു സ്ട്രോങ് ഏരിയ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ലോ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ കേസിൽ ലോ ആണ് ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കേണ്ടത്. ഓക്കെ, ലോ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് അതുപോലെ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഏറ്റവും മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഹൈ ആയിരിക്കും. ഓക്കെ, ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിന് നേരെ ഓപ്പോസിറ്റാണ് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ഈ ഹൈ എപ്പോഴും ലോവർ ഹൈ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അഥവാ ഈ ലോവർ ലോൻ്റെ കേസിലാണെങ്കിൽ ഈ ലോവർ ലോൻ്റെ കേസിലാണ് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോവർ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവും. ഓക്കെ, അതാണ് ട്രെൻഡ് റിവേഴ്സൽ. അടുത്ത് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ എങ്ങനെയാണ് സ്പോട്ട് ചെയ്യാനും അതിൻ്റെ റിവേഴ്സൽ നമുക്കൊന്ന് കാണാം. ഓക്കെ, പക്ഷെ നമുക്ക് എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ജസ്റ്റ് ഒരു ട്രെൻഡ് റിവേഴ്സൽ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ട്രേഡ് ചെയ്യുന്നതിൽ കുറച്ചും കൂടി എൻട്രി റിഫൈൻ ചെയ്ത് നമുക്കൊരു ബെസ്റ്റ് എൻട്രി കിട്ടണം. ഓക്കെ, സാധാരണഗതിയിൽ ട്രെൻഡ് റിവേഴ്സൽ സമയത്ത് നമുക്ക് ബെസ്റ്റ് എൻട്രി കിട്ടുക. പക്ഷേ അതല്ല, നമ്മൾ ഹയർ ടൈം ഫ്രെയിം സ്വിംഗ് എൻട്രീസ് എടുക്കുമ്പോൾ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ലോവർ ടൈം ഫ്രെയിമിൽ തന്നെ ഏറ്റവും നല്ലൊരു എൻട്രി റിഫൈൻ ചെയ്തിട്ട് വേണം ഹയർ ടൈം ഫ്രെയിമിൽ ഒരു നല്ല എൻട്രി. ഓക്കെ, നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, പ്രൈസ് ആക്ഷൻ ഫ്രാക്റ്റിലാണ്. ലോവർ ടൈം ഫ്രെയിമിൽ ഹയർ ടൈം ഫ്രെയിമിൽ ഏകദേശം കീ മൂവ്മെൻറ്റുകൾ വെച്ചിട്ട് വേണം നിങ്ങൾ നോക്കാൻ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ട്രെൻഡ് റിവേഴ്സലാണ്. ഓക്കെ, ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെ ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിലേക്ക് ട്രെൻഡ് റിവേഴ്സായി വരുന്നു എന്നാണ് നമുക്ക് ഇവിടെ എക്സാമ്പിൾ കാണുന്നത്. ലൈൻ ചാർട്ടാണ് ഇതും. ഓക്കെ, സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ഹൈ ഉണ്ടാവാൻ കാരണം നമുക്ക് ഇത്ര വരെ പ്രൈസ് ആയിട്ടുള്ളൂ. ഓക്കെ, ചാർട്ട് ഇവിടെ എത്തി 61K വെച്ച് BTC നിന്നെങ്കിൽ ഇതാണ് 61K. ഓക്കെ, ഇതാണ്ട് 61.5 കണ്ടിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഈ ഹൈ ക്രിയേറ്റ് ചെയ്ത ലോ ഇതാണ്. ഓക്കെ, ഇതൊരു ഹയർ ലോ, ഇതൊരു ഹയർ ഹൈ, ഇതൊരു ഹയർ ലോ, ഇതൊരു ഹയർ ഹൈ. അപ്പം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ലെവലാണ്. ഓക്കെ, ഈ ലോ ബ്രേക്ക് ചെയ്താലാണ് അടുത്ത ഡൗൺ ട്രെൻഡ് വരിക. ഓക്കെ, നമ്മളെപ്പോഴും ട്രേഡർ ആകുമ്പോൾ നമുക്ക് രണ്ട് കേസിലും പ്ലാൻ ഉണ്ടാവണം. ചില സമയത്ത് ഒന്നില്ലെങ്കിൽ ഇതുവരെ വന്ന് ഇവിടുന്ന് ബൗൺസ് ചെയ്ത് പോകും, അല്ലാത്ത സമയത്ത് ഇത് ബ്രേക്ക് ചെയ്ത് താഴെ വരും. ഓക്കെ, അങ്ങനെ ബ്രേക്ക് ചെയ്ത് വരുന്ന കേസിലാണ് അവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഈ ലോ ആണ് നോക്കേണ്ടത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ കേസിൽ. ഓക്കെ, ഈ ലോ ആണ് നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ കേസിൽ മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്കിന് വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അത് രണ്ട് സിനാറിയോ ഉണ്ട് ഇവിടെ. ഒന്നില്ലെങ്കിൽ ഇത് വരെ വന്നിട്ട് നേരെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും, വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ട്രെൻഡ് റിവേഴ്സലാണ്. ഓക്കെ, നമ്മൾ ട്രെൻഡ് റിവേഴ്സലിൻ്റെ കേസാണ് ഇവിടെ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് മുകളിൽ വരെ പോയി വീണ്ടും വന്ന് ഇവിടെ നിന്നില്ല, പകരം നേരെ താഴോട്ട് വന്നു. ഓക്കെ, ഈ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത ഹയർ ലോ ബ്രേക്ക് ആയെന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ ഡിമാൻഡിനേക്കാളും കൂടുതൽ സപ്ലൈ വന്നപ്പോഴാണ് ഇങ്ങനത്തെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അതായത് സെല്ലേഴ്സ് കൂടിയപ്പോഴാണ് ഇത്രയും കൂടുതൽ മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, എപ്പോഴും മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് കുറച്ച് വയലൻ്റ് ആയിരിക്കും. വയലൻ്റ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് കാര്യം വെച്ചാൽ അത് ഏറ്റവും റിവേഴ്സൽ ട്രേഡിംഗ് ആണ്. ഹൈ വോളിയം ഉണ്ടാവും. ഓക്കെ, ഹൈ വോളിയം ഉണ്ടാവാനാണ് എപ്പോഴും ഏറ്റവും ഒരു 80% ഹൈ വോളിയം ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്കിൻ്റെ എക്സാമ്പിൾ. ഇവിടെ നമുക്ക് ട്രെൻഡ് റിവേഴ്സിൽ സ്പോട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇത്രയേ ഉള്ളൂ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ബേസിക്സ്. നമുക്ക് ഇനി അടുത്ത വീഡിയോകളിൽ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറച്ച് കൂടുതൽ അറിയാം. ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്കിൻ്റെ ഷോർട്ട് ഫോമായിട്ട് MSB എന്നൊക്കെ പറയാറുണ്ട്. ബ്രേക്കായ ക്യാൻഡിൽ നമ്മൾ ബ്രേക്കർ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, ഇത്രയുള്ള നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് MSBയുടെ ബേസിക് തിയറി. ഓക്കെ, നമ്മളിനി കൂടുതൽ അടുത്ത വീഡിയോകളിൽ നമ്മളതിൻ്റെ പ്രാക്ടിക്കൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആയിട്ട് കാണുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. എല്ലാവരെയും ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.